ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള വിശ്വാസികളെ, സഭ ആഗോളമായിട്ട് ഒക്ടോബർ മാസം 18-ാം തീയതി വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്തായുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നു. വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്തായുടെ ജീവചരിത്രം നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു ഗ്രീക്ക് യഹൂദനായി അന്ത്യോക്യയിൽ ജനിച്ച് വളരുകയും തുടർന്ന് അദ്ദേഹം ഒരു പണ്ഡിതനും ഒരു ഗവേഷകനും ഒരു ചിത്രകാരനും അതിനുപരിയായി ഒരു വൈദ്യനുമായി തീർന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ കൂടെ ക്രിസ്തുവിനെ അറിയുകയും അനന്തരം യവന ഭാഷയിലും വൈദ്യശാസ്ത്രത്തിലും അഭ്യസനം നേടുകയും ക്രിസ്തുവിനെ പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്തു. അതിനു ശേഷം സഭയ്ക്ക് 2 രചനകളിൽ കൂടി നിസ്തൂലമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ശിഷ്യത്വം നേടുകയും അദ്ദേഹത്തിന്റെ സഹായിയും സഹയാത്രികനും സഹപ്രവർത്തകനുമായി വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്ത മാറുകയാണ്. Saint Luke has given us 2 important books through his writings. That is Saint Luke the Gospel and also the Acts of the Holy Apostles. When we study about the works of Saint Luke, though there are many themes in it, there are a few which is only mentioned in the works of Saint Luke. Saint Luke never met Jesus Christ in his life, but each and everything that he has written in his works are the testimonies of the people who had lived and who had seen Jesus Christ. One of the greatest example is of Mother Mary, where she sings that the generations to come will call her blessed. That is in Saint Luke chapter 1, which is termed as the Magnificat. So, Saint Luke, though never he met Jesus Christ, it never shaked his faith or his zeal in spreading the word of God. So what exactly does Saint Luke teach us? എന്താണ് വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്തായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു കഥയുണ്ട്. അത് ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു അപ്പനും മോനും, ധനികനായ ഒരു അപ്പനും മോനും ഒത്തിരിയേറെ ചിത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. A collection of fine arts that is being drawn by very great artists like Van Gogh and Picasso. But when a war had broken out in the country, the son had gone to serve the country for the war as a soldier. But later, a sad news came that the son had died in the war. After months of sadness, the father decides to sell each and every artwork in an auction. എന്നാൽ ഒത്തിരിയേറെ ആൾക്കാർ ആ ഓപ്ഷനിൽ വലിയ വലിയ ചിത്രങ്ങൾ ബിഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ അവര് ബിഡ് ചെയ്യുന്നത് സാധാരണമായ മരിച്ചുപോയ ആ മോന്റെ ഒരു ചിത്രമായിരുന്നു. എന്നാൽ അധികം ആൾക്കാരും വലിയ വലിയ ചിത്രക്കാരന്റെ ചിത്രങ്ങൾ വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ അവിടെ ആ കുഞ്ഞിനെ അറിഞ്ഞിരുന്ന ഒരു നെയ്ബർ തുച്ഛമായ ഒരു തുക കൊടുത്ത് ആ മോന്റെ ചിത്രം വാങ്ങിക്കുകയാണ്. അതിനുശേഷമാണ് ആ പിതാവ് മൈക്കെടുത്തുകൊണ്ട് പറയുന്നത്, the auction is over because those who takes my son gets it all. എൻ്റെ മോന്റെ ഈ ചിത്രം എടുക്കുന്ന ആരാണോ അവനാണ് ഇതെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞ് ആ ഓപ്ഷൻ അവിടെ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്?
Saint Luke says the same thing or shows us somewhat similar thing. If we accept Jesus Christ in our life, each and every gift will be yours in your life. Be it the gift of glory, be it the gift of salvation, be it the gift of blessing. If we, the bestest gift of God to humanity, we accept, then each and every small gifts that Christ has taught us will be for the person who accepts Him. It means that the gift is for the outcast, the gift is for each and every sinner, the gift is for each and every saint. The salvation of Jesus Christ is for each and every human being. തിരസ്കരിക്കപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തത്. ക്രിസ്തു ഈ ലോകത്ത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ അവനെ വിശ്വസിച്ച ആ ഒരു കൂട്ടത്തിന് മാത്രമോ ആയിട്ടല്ല. അതാണ് ലൂക്കോസ് എവൻഗലിസ്ത തന്റെ രചനകളിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. Also, he points out how important prayer is in the life of a Christian. That is why the Gospel of Saint Luke begins with the prayer of the priest Zachariah, and also it ends with the prayer when Jesus is taken up to the heaven and is in the glory. My dear friends, Saint Luke teaches us that we have not seen Jesus Christ. Saint Luke has never seen Jesus Christ. But how he accepted Jesus Christ and how he used the blessings that he received through the profession that he has of being a doctor, of being an artist, of being a historian, how he used it to spread the word of God. നമ്മളും യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ പൂർവികരും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ദേവാലയത്തിലെ വൈദികരും എല്ലാം ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എങ്ങനായിരുന്നുവെന്നും നമ്മളെ പഠിപ്പിച്ചു. അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അത് എങ്ങനെ നമ്മൾ ആ പ്രൊഫഷൻസ് ദാറ്റ് വി ആർ ഇൻ, അത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ ആ ഒരു കരുണ മറ്റുള്ളവരെ അറിയിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. We might be teachers, we might be students, we might be IT professionals, we might be software engineers, be it who we are. How these professions, which are the blessings of God, is being used to spread the word of God, to spread the love of God. That is what Saint Luke teaches us, that we don't need to see Jesus Christ in our life directly to do all these things. നമ്മൾ വിശുദ്ധ മാമോദീസായിൽ കൂടി ക്രിസ്തുവിനെ സ്വീകരിച്ചു. അത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി നമുക്ക് ഉണ്ട്. അത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ കൂടി അത് മറ്റുള്ളവരെ അറിയിക്കുക. അത് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ it is not just our Christian brothers. It is for each and every individual, be it our own brothers, be it the people who are not the believers of God, be it the women, be it the children, be it the sinners. The salvation of Jesus Christ is for each and every one. That is what Saint Luke teaches us, and that is what we need to follow in this feast of Saint Luke. ദൈവം ഇത് നമുക്ക് ചെയ്യുവാനും ഇത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുവാനും
സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.